ഇത് ഞങ്ങളുടെ എറണാകുളത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കണേ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ സ്കാനിങ് ഉള്ളത് കൊണ്ട് തന്നെ മോനും ഉമ്മച്ചിയും വാപ്പച്ചിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയില്ല. പിന്നെ അങ്ങനെ കുറേ നേരം എടുത്തിട്ട് ആണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റിട്ട് വൈകുന്നേരം ലുലുവിലേക്ക് പോയി. മോൻ കുറേ നാളായി ഫണ്ടിയൂറയിൽ കയറിയിട്ട്. അവനിപ്പോൾ നാട്ടിൽ സ്കൂളിൽ ചേർത്തത് കൊണ്ട് തന്നെ അവനിപ്പോൾ ഫണ്ടിയൂറയിലൊക്കെ വന്നിട്ട് കുറേ നാളായി. അങ്ങനെ കുറേ നേരം ഫണ്ടിയൂറയിലൊക്കെ പോയി കളിച്ചു. ഈ ടൈമിൽ വാപ്പച്ചിയും ഉമ്മച്ചിയും ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ മാത്രമേ ഉള്ളൂ ഫണ്ടിയൂറയിൽ. ഈ ഫണ്ടിയൂരെ കയറിയ ഈ പിള്ളേരാരും ക്ഷീണിക്കത്തുമില്ല. നമ്മളൊക്കെ ആകെ ക്ഷീണിച്ചു കേട്ടോ. ലാസ്റ്റ് ഞാൻ വാപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ കരുതി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും കുറേ നേരം യൂബർ വെയിറ്റ് ചെയ്ത് താഴെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. ഞങ്ങൾ വിളിച്ച യൂബർ എന്തോ ക്യാൻസലായി. പിന്നെ അടുത്തത് കിട്ടി വരാനായിട്ട് ഇത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് 20 to 25 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ ആദ്യം ആകെ ക്ഷമ നശിച്ചേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാണ്ട് ഇങ്ങനെ നിൽക്കാം. ലാസ്റ്റ് ഇതേ വാപ്പച്ചി ഇങ്ങനെ ഫോണിലൊക്കെ കയറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കാറുണ്ടേ. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അത് നമുക്ക് ലാസ്റ്റ് കാണാം. വീഡിയോ എഡിറ്റ് ചെയ്ത ടൈമിൽ ഞാൻ ഫാത്തിമോനോട് ചോദിച്ചു, മോനെ ഞാൻ ഈ വീഡിയോ ഇട്ടോട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു. അവരത് കണ്ടപ്പോഴത്തേക്ക് അവർ പിന്നെ ചിരി വന്നു. അവൻ ഈ കാര്യമൊക്കെ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം. മറിഞ്ഞടിച്ച് അവിടെ വീണു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ല. അവൻ തന്നെ അപ്പോഴേ എഴുന്നേറ്റ് വന്നു. പിന്നെ അവൻ വീണപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഓടിപ്പോയി അവനെ എടുക്കാനൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.